ഹലോ വെൽക്കം ടു സഹറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് മറ്റൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹെയർ നന്നായി ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐബ്രോസിലാണ് മേക്കപ്പ് എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഐബ്രോസ് ആളുടെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പണിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര തിൻ ഐബ്രോസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റാണ്. അതിലൊരു 4 ഷെയ്ഡ്സാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഒരു 2 ഡാർക്കസ്റ്റ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം കൺസീലർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മിസ്സായിട്ടോ. അപ്പം ഐലിഡ്സിൽ മൊത്തം കൺസീൽ ചെയ്തതിന് ശേഷം ലൂസ് പൗഡേഴ്സോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് പൗഡറോ എടുത്തിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഷാഡോസ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് PACൻ്റെ കോമ്പാക്റ്റ് പൗഡറിൻ്റെ പാലറ്റാണ് കേട്ടോ. ഞാൻ ടിറ ആപ്പിൽ നിന്നാണ് പാലറ്റ് വാങ്ങിയിട്ടുള്ളത്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാലറ്റ് മതിയാവും. അടിപൊളിയാണ് കേട്ടോ ആ പാലറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് ചെയ്യുന്ന ടേപ്പ് മാസ്കിംഗ് ടേപ്പാണ്. ഞാൻ ഈ വിങ് ലൈനേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഐ ഷാഡോ നന്നായിട്ട് പ്രിസൈസായിട്ട് കിട്ടാനും ഭയങ്കര ഷേപ്പിൽ കിട്ടാനൊക്കെ ഈ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മേക്കപ്പ് ചെയ്യുന്ന സമയത്തും ഈ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. പറയുന്ന പോലെ ഈ ബ്രൈഡിൻ്റെ പേര് അൻസിയ എന്നാണ് കേട്ടോ. അപ്പോൾ അൻസിയയ്ക്ക് ഭയങ്കര ബോൾഡ് ഐസാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിന് നന്നായിട്ട് മേച്ചായി നിൽക്കുന്ന പോലെ ഒരു ബോൾഡ് ഐ ലുക്കാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആളുടെ ഔട്ട്ഫിറ്റിന് മേച്ചായി നിൽക്കുന്ന ഒരു സിമിലർ ഷെയ്ഡ് ഉണ്ടായിരുന്നു. റെവല്യൂഷൻ്റെ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ഐസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കൺസീലർ വെച്ച് കട്ട് ക്രീസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ ഷിമ്മർ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇന്നർ കോർണർ ടു മിഡ് ഓഫ് ദ ഐലിഡ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ അതായത് ഗോൾഡൻ ഷിമ്മർ യൂസ് ചെയ്യുന്നത്. കയ്യിലാണ് എന്നും ഞാൻ ഷിമ്മേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ബ്രഷിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതവിടെ പ്രോപ്പറായിട്ട് അപ്ലൈ ആവാത്ത പോലെ, പ്ലേസ് ആവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ഞാൻ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാ ഷിമ്മേഴ്സും ഐ ഷാഡോ പാലറ്റിലെ എല്ലാ ഷിമ്മേഴ്സും യൂസ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പകുതിയാണല്ലോ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊരു മേർജ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പകുതി നമ്മൾ ചെയ്തത് ഒരു ലൈൻസ് പോലെ അറിയും. അപ്പോൾ മേർജ് ആവാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വിങ് ലൈനറിന് വേണ്ടിയിട്ട് വിങ് ലൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിൻ്റെ ജെൽ ഐലൈനറാണ് കേട്ടോ. ഭയങ്കര ഒരു അടിപൊളി ലൈനറാണ് അത്. ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ലൈനറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാനൊരു വിങ് ലൈനർ കൊടുത്തിട്ടുണ്ട്. ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ മേലെ അപ്പർ ഐലിഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ ഈ സ്വിസ് ബ്യൂട്ടിൻ്റെ ആ ഒരു പൊമേഡിൽ തന്നെ മേലെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതായത് ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ പോലെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഐബ്രോസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണർ മാത്രം ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ യൂറോ പാരീസിൻ്റെ ലാഷസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്പർ ഏതാണെന്നുള്ളത് ഞാൻ ആക്ച്വലി മറന്നുപോയി. ഇത് കുറച്ച് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്പർ എന്താണെന്ന് മറന്നുപോയി. അപ്പം അതാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. PACൻ്റെ ലാഷ് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലാഷസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വെക്കാറുണ്ട്. ഈ മേക്കപ്പിനൊക്കെ മുമ്പ് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറും അപ്ലൈ ചെയ്തിട്ടുണ്ട്. PACൻ്റെ ആക്വലോജിക്ക എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എയ്സിൻ്റെ എയ്സ് ബേസ് എന്ന് പറയുന്ന ഒരു പ്രൈമറും കൂടെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് കളർ കറക്റ്റ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്. ഭയങ്കര എന്താ പറയുക, ഒരു ഫുൾ ഓൺ സെയിം ഷെയ്ഡായിരുന്നു ആളുടെ ഫേസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹുദ ബ്യൂട്ടിൻ്റെ അമറിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷനാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആൾക്ക് ഭയങ്കര എക്സാക്റ്റ് മാച്ചായിരുന്നു. അപ്പോൾ ഞാൻ പകുതിയായിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാറുള്ളത്. ആദ്യം ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട്, ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫൗണ്ടേഷൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് എക്സസ് ആയിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട്, അപ്പം എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ബ്യൂട്ടി ബ്ലെൻഡറിൽ സക്ക് ചെയ്ത് എടുക്കും.
അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ഈ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം എല്ലാ സ്റ്റെപ്പിലും മീൻസ് എല്ലാ മേക്കപ്പിലും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് വന്നിട്ട് ആളുടെ ഷെയ്ഡിനേക്കാളിലും കുറച്ചുകൂടെ ബ്രൈറ്റർ ഷെയ്ഡ് കൺസീലർ എടുത്തിട്ട് ഞാനൊന്ന് ഹൈലൈറ്റിംഗ് പാർട്ടിലൊക്കെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പൗഡർ ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതൊരു റാൻഡം പാലറ്റാണ്, പാലറ്റിൻ്റെ പേര് അതൊന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, അതാണ് എനിക്കത് അറിയാത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഐ ഷാഡോയ്ക്ക് മേലെ എന്താണോ ഷാഡോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അണ്ടർ ഐസ് ഒന്നുകൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫൈൻഡ് ലുക്കായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഞാൻ എല്ലാ ബ്രൈഡ്സിനും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്തത് കൊണ്ട് മാത്രം നമ്മളൊരു ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തിട്ട് വാട്ടർ ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡ്രമാറ്റിക് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ മസ്കാരയാണ് കേട്ടോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എന്ത് കണ്ണിൽ തട്ടിയാലും ഭയങ്കര വെള്ളം വരുന്ന ഒരു സംഭവമുണ്ട്. അപ്പം ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ കോർണറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് കൺട്രോളായി നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു റെവല്യൂഷൻ്റെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഹൈലൈറ്ററോ ബ്ലഷോ ഒന്നും ഇടുന്നത് പ്രോപ്പറായിട്ട് കാണുന്നില്ല. എൻ്റെ ലൈറ്റ്നിങ് കൊണ്ടാണോ ഫോണിൻ്റെ എന്താണെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ അതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ റെഡ് മിക്സ് ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിൻ്റെ ലിപ് ലൈനർ വെച്ചിട്ടാണ് കേട്ടോ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നും ലിപ് ലൈനർ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, മാക്സിമം ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് 2 ഷെയ്ഡ് 3 ഷെയ്ഡ് എന്തോ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഷെയ്ഡ് എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ കൈ കിട്ടുന്ന കുറച്ച് ഷെയ്ഡ് എടുത്ത് മിക്സ് ചെയ്ത് മാച്ച് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ PACൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ മേക്കപ്പും കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു എക്സാക്റ്റ് ഫിനിഷിങ് അറിയുന്നുള്ളൂ. ഈ ഓർണമെൻറ്റ്സ് വന്നിട്ട് ലേഡീസ് പ്ലാനറ്റ് റെൻ്റൽ ജ്വല്ലറി എന്നാണ് കേട്ടോ ഈ ഒരു ഓർണമെൻറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഔട്ട്ഫിറ്റ് പാലക്കാട് ഡ്രസ് വേൾഡിൽ നിന്നാണ് ഈ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അൻസിയൻ്റെ ഒരു ഫുൾ ലുക്ക് കേട്ടോ. മെഹന്തി നൈറ്റാണ് ഫങ്ഷൻ വരുന്നത്. അപ്പം വർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സഹറാഷ് മേക്ക് ഓവറിന് ഇൻസ്റ്റയിൽ നോക്കിയാൽ കിട്ടും. ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ, ഐഡിൻ്റെ ലിങ്കും മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ വെഡ്ഡിങ് ഡേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിഗ് ഡേക്ക് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.